Hi. Had your tea? Breakfast? How are you? I'm fine. Okay, dears. Did everybody join? Amy, Nihara, Juliet, Aradhya, Angel, Rose, Jomel and Jewel, Shahumavi, Alan, Matthew, Navami, Rajesh, Hasna, Shireen, Ajsal, Siddhant Krishna, Avani, Mahesh, Selna, Elizabeth, Muhammad Shaizin, Nida Fatima, Edwin Thomas, Fatima Shahuma, Joel Joseph. Oh, Joel, today you have joined. How are you, Joel? Are you all right now? Are you all right now? Yes. Yes. What about the other family members? Are everybody okay? Okay. Okay, still not yet better, isn't it? Okay, okay. Toshin, Eric Anthony, Angel Rose, next Hurilu, next. There are Hazina Absala, നമ്മുടെ കൈസ് കൂട്ടണല്ലേ? Okay, മുഹമ്മദ് ഷൈസ്. ഇനി ആരുടെ പേര് വിളിക്കാനുള്ളേ? Everybody. Okay, next time, Kaisa, next time when you join in the class, you should write your name. I think this is your mummy's name. Who is Hazina? Your mummy. Okay, next time when you join in the next classes, so you should write your names. Okay, good children. I hope you all might have had your tea. Shahma B, what do you want to say, my dear? Shahma? മോള് പറഞ്ഞത് മനസ്സിലായില്ല മുത്തേ. ക്ലിയർ ഇല്ല. ബാക്കി മക്കൾക്കെല്ലാം ക്ലിയർ ഉണ്ടോ? Can everybody hear? Yes, yes. Okay, one second. മോളെ ഷഹമ, മുത്തിന്റെ നെറ്റ് പ്രോബ്ലം ആയിരിക്കാം. ഇവിടെ ബാക്കി എല്ലാ മക്കൾക്കും ഓക്കെ ആണെന്നാണ് പറയുന്നത്. Okay, shall we start? Oh, Mariama. സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞാവേകളെല്ലാം എല്ലാവരുടെയും കുഞ്ഞാവേകളുണ്ടെന്ന് നിഹാരയുടെ ബ്രദറിനെ കണ്ടു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും? Okay, മക്കളെ, shall we start the class now? Shall we start the new lesson, first lesson? Okay, take your textbook. First lesson is all about a mango birds. Okay, take your first lesson in English. And first lesson is all about mango birds. So what is mango? Is it a vegetable? No. Then? No. Then? Huh? Fruit. It is a fruit. But have you heard the word mango bird? Mango bird എന്ന് പറഞ്ഞൊരു ബേർഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? No, പക്ഷെ ഇവിടെ പറയുന്ന ഒരു മാംഗോ ബേർഡ് എന്ന്. മാംഗോ ഇസ് എ ഫ്രൂട്ട് എന്ന് നിങ്ങൾ പറയുന്നു. But ടെക്സ്റ്റ് ബുക്ക് is telling mango bird. How it will be? Okay, shall we find out how it is? എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. Children, please, all of you mute yourself. മക്കൾ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. മിസ് എപ്പോഴും പറയുന്നു ഓരോ ക്ലാസ്സിലും നിങ്ങൾ കഴിഞ്ഞ വർഷേ തന്നെ ഉള്ളവരല്ലേ, അല്ല എല്ലാ മക്കളും മ്യൂട്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, മിസ് പറയും അൺമ്യൂട്ട് എന്ന് പറയുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മിസ്സായിട്ട് അതിന്റെ ഒത്തിരി സൗണ്ട് വരാണ് മിസ്സായിട്ട് ഇവിടുന്ന് എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. Okay.
മനസ്സിലായില്ല? എല്ലാരും മ്യൂട്ട് ചെയ്തു. ഇപ്പൊ സൗണ്ട് ചിലവരുടെ ഉണ്ടല്ലോ റേഞ്ച് ഇല്ല, പക്ഷെ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് മറ്റു കുട്ടികൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. ഇനി ആർക്കെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്നൊരിക്കല് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ഒന്ന് മാറിയിരിക്കണം. കാരണം നെറ്റ് എവിടെയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ചിലവരുടെ മുറ്റത്ത് കാണും, ചിലവരുടെ അകത്തായിരിക്കും, ചിലത് അപ്പുറത്തെ റൂമിലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലെ നെറ്റ് ഫെസിലിറ്റി എവിടെയാണെന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ നീങ്ങിയിരിക്കും. ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഒന്നുമില്ല, ബാക്കി മക്കൾക്കെല്ലാം കേൾക്കുന്നുണ്ട്. ഓക്കെ. See, we shall study the first lesson. It is about mango birds. So you said that mango is a fruit, but birds. Name some birds name. Edwin, can you name some birds? Do you know how many birds name you know, my dear? Have you seen any bird in your house? വീടിന്റെ അടുത്ത് എന്തെങ്കിലും ബേർഡ്സിനെ കണ്ടിട്ടുണ്ടോ മോന്? എഡ്വിൻ, തോമസ്. കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ബേർഡ്സിന്റെ പേര് പറഞ്ഞേ. Peacock. Peacock. Then Parrot. Parrot. Okay. Crow. Crow. Okay. മിടുക്കര്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാം, എല്ലാവരോടും മിസ് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ബേർഡ്സിന്റെ പേര് അറിയാം. ഇന്നലെ നമ്മുടെ ആസിയ സഫി ഒരു ബേർഡിന്റെ എഗ്ഗിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിച്ച് ബേർഡ് വാസ് ദാറ്റ്, ആസിയ? Did anybody see in the class group? Wait. Asia, wait please. Did anybody notice that Asia has sent a photo in our class group? An egg photo. Okay. Which bird was that? Not bird. Which bird's egg was that? Ostrich. Ostrich. Okay. Ostrich. What we say in Malayalam for ostrich? Do you know? ഒട്ടകപക്ഷി. മിടുക്കന്മാരും മിടുക്കികളൊക്കെ. Ostrich. Have you seen ostrich directly, means here in our place? ഇവിടെ നമ്മുടെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ ഓസ്ട്രിച്ചിനെ? ഇല്ല. ഓസ്ട്രിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ കേരള ആൻഡ് ഓൾ. നമ്മുടെ ഇവിടെ ഒന്നും കാണാനില്ല, കോമൺ ആയിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇനി വല്ല സൂലൊക്കെ ഉണ്ടോന്ന് അറിയില്ല. Okay. ട്രിവാൻഡ്രം സൂയിൽ പോയപ്പോ കണ്ടായിരുന്നു. Okay. In some zoos there will be, but it is not common in our place. നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ ക്രോയും പാരറ്റും ഒക്കെ കാണുന്ന പോലെ ഓസ്ട്രിച്ചിനെ കാണാൻ പറ്റുന്നത്. But in some zoos, ഈ സൂവില് വളരാൻ കാരണം വെച്ചാൽ അതിന് പറ്റിയൊരു ക്ലൈമറ്റ് ഇല്ല ഹിയർ. ബട്ട് ഏറ്റവും വലിയ പക്ഷിയാണ് ഓസ്ട്രിച്ച്, അല്ലെ? ദ ബിഗസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്. സോ അതിന്റെ എഗ്ഗ് ഉണ്ടോ വലുതാ? ആച്ചയുടെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നോ? Now, who brought it, my dear? From Ajman you wrote. Who brought it from Ajman? അല്ല, അജ്മൻ അല്ല, എവിടെ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞത്? ആസിയക്കുട്ടി, ഡെസേർട്ടിൽ അത് എവിടുന്ന, ഏത് പ്ലേസിൽ നിന്നാ കൊണ്ടുവന്നേ? അജ്മൻ എന്നായിരുന്നോ പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല. അല്ല മോളൊരു പ്ലേസ് നെയിം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തോന്നുന്നു ക്ലാസ്സിൽ. ഓക്കെ. എനിവേ, ഏതോ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ആരാ കൊണ്ടുവന്നത്? Okay. ശരി. See, like that one bird, ostrich. But we have not heard that mango bird. അതൊരു പുതിയ ബേർഡ് ആണ്, അല്ലേ? ഈ പറഞ്ഞ ബേർഡ്സിലൊക്കെ ക്രോ, പാരറ്റ്, പിജിയൻ, പെൻഗിൻ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. Some we have seen, but some we have not seen. But anyway, we have heard. But it's a new bird for mango bird, isn't it? Okay. Here, wait. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ ലെസൺ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് മിസ് കാണിക്കാം. Just listen. I will. You can hear the sound also. First lesson is mango bird. Okay. Once upon a time in a forest, there was a small cluster. What is the meaning of cluster? Cluster means a group, so many. Cluster എന്ന് പറഞ്ഞാൽ a group of, കുറെ എണ്ണം ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന cluster of mango trees. So once upon a time in a forest there was a group of mango trees. So many mango trees were there in the forest. Okay.
Okay, in spring, in the spring season എന്ന് പറയുമ്പോൾ ഏത് സീസൺ ആണ്? പൂവൊക്കെ കായ്ക്കുന്ന സമയം അല്ലെ? സ്പ്രിംഗ് സീസൺ, വസന്തകാലം. In the spring season, its branches were covered with beautiful blossom. Blossom means what? Beautiful flowers. Flower. How many of you have mango trees at home? How many students are having mango trees at home? Many are having, isn't it? Okay. Now it is mango fruits season. ഇത് മാംഗോ ഫ്രൂട്ട് ഒക്കെ ഇപ്പം നമ്മുടെ ട്രീയിലൊക്കെ കഴിക്കുന്ന സീസൺ ആണ് അല്ലെ? ഓക്കെ, മാംഗോ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മാംഗോ ഫ്രൂട്ട് കഴിക്കുന്നതിന് മുന്നേ തന്നെ മാംഗോ ട്രീയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും ഫസ്റ്റ്. Like that way, here in the forest, this tree also was completely it was having blossom, flowers were there. Okay, then okay, of course you know that in the forest echoed with the happy buzzing of honeybees. Why? These are honeybees, isn't it? Okay, you might have seen honeybees around flowers. Not only mango trees flowers, but in all flowers. Flowers in the honeybees വരാറുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? Okay. Why do they come to the flowers? എന്തിനാണ് ഫ്ലവേഴ്സിന്റെ അടുത്ത് വരുന്നത്? Because they want to collect nectar from the flower, isn't it? Nectar means honey. അതിനകത്ത് ഫ്ലവേഴ്സിൽ ഹണി ഉണ്ടാകും. and nectar collect ചെയ്യാൻ വേണ്ടിയാണ് honey species വരുന്നത്. Like that way, here in this forest, when these mango trees were blossom, so many honey bees came to the forest, and the forest echoed. Echoed means sound വരുന്നത്. Echo sound വരികയല്ലേ? So echoed with the happy buzzing of honey bees. What is buzzing? Buzzing means the sound of honey bees. ഈ ഹണി ബീസ് വരുന്ന സമയത്ത് അതിന്റെ ഒരു സൗണ്ട് ഉണ്ട് ബീസിന്റെ അല്ലെ? ആ സൗണ്ടിനാണ് ബസ്സിംഗ് എന്ന് പറയുന്നത്. സോ ദ ഫോറസ്റ്റ് എക്കോഡ് വിത്ത് എ ഹാപ്പി ബസ്സിംഗ് ഓഫ് ഹണി ബീസ്. Okay, and soon the flowers fell, and their places small mangoes began to appear. Okay, so after a few days, what happened? All these flowers fell down. Fell down means fallen. All these flowers fell down, and instead of that, in their places, small mangoes began to appear. So if flowers എല്ലാം പൂവെല്ലാം താഴെ കൊഴിഞ്ഞു വീണ് പകരം അവിടെ സ്മോൾ മാംഗോസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ മാംഗോ ട്രീ ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സ് എല്ലാം വീണിട്ട് പിന്നെ സ്മോൾ മാംഗോസ് വരും. That mangoes will grow big ones, isn't it? Okay. Okay. Afterwards, what happened? Sun began to become hotter. അതായത് സ്പ്രിംഗ് സീസൺ ആണ്. പിന്നെ നമുക്ക് മഴയൊക്കെ കുറഞ്ഞു. അപ്പം ചൂട് കൂടാൻ തുടങ്ങി. പതിയെ ചൂടൊക്കെ ആയപ്പോൾ മാംഗോസ് ബിഗ് വൺ സൈസ്. See, this one is big mango now. Isn't it? Look at the screen now. This is big mango. Okay. Okay, now this green color mango has become yellow color. That means it has become a fruit, ripened. ഇതിപ്പോൾ എന്തായി? യെല്ലോ കളർ ആയി, പഴുത്തു അല്ലെ? നല്ല അത് കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട്. ഡു യു ലൈക്ക് മാംഗോ ട്രീസ്? സോറി, മാംഗോ ഫ്രൂട്ട്സ്. How many of you like? Please raise the hand. Let me see. Raise the hand. Okay. Almost everybody likes, isn't it? Okay, good. Okay. Now see, when this mango has become fruit, so many animals came to the forest. For what? എന്തിനാണ് animals എല്ലാം വന്നത്? Eat mango. To eat mangoes. See here and there, here and so many ripened mangoes are there, fruits, isn't it? Okay. Then. Okay. Who is telling this? The tree, mango tree is telling, enjoy yourself. Eat as much as you like. Eat how many mangoes you want, that much full eat. എത്ര മാംഗോസ് വേണേലും തിന്നു. എൻജോയ് യുവർ സെൽഫ്. നന്നായി എൻജോയ് ചെയ്തോളുക എന്താ പറയാ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. Leave some mangoes for other people. Other people means here and other animals and other
people, മനുഷ്യർക്കും വേറെ ഒത്തിരി animals ഉണ്ട് in the forest അല്ലേ? And Alan, Matthew, Dilip, can you name some animals in the forest? Alan, please unmute and say some names of some animals. Tiger? No, I'm asking. Wait, my dear. I'm asking a name of animals which eat mango. Will lion eat mango? No. Will tiger eat mango? No. But animals which eat mangoes. Giraffe. Giraffe. Okay, giraffe. Monkey. Monkey. Yes. Yes, okay. Monkey. Then squirrel. Isn't it? Okay. അപ്പൊ പറയാണ് നിങ്ങൾക്ക് വേണ്ടി അത്രയും തിന്നോ, പക്ഷെ ബാക്കിയുള്ളവർക്ക് മുഴുവൻ നിങ്ങൾ തിന്ന് തീർക്കരുത്. ബാക്കിയുള്ളവർക്കും കൂടെ തിന്നാൻ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾ തിന്നോളുക, വെറുതെ നശിപ്പിക്കരുത് എന്ന് പറയാണ്. ഡോണ്ട് സ്പോയിൽ, ഈറ്റ് ഹൗ മച്ച് യു വാണ്ട് ആൻഡ് ലീവ് സം ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കും വേണ്ടി കുറച്ച് വെക്കാം. ഓക്കെ. അപ്പൊ ഈ ചിൽഡ്രൻ ചോദിക്കുകയാണ്, ആർ ദ ട്രീസ് ടോക്കിംഗ്? Will any trees talk? Will any trees speak? No. No. Actually, നമ്മൾ മനുഷ്യർ മാത്രമേ സംസാരിക്കുള്ളൂ അല്ലേ? But this tree is talking. So the children are asking, are the trees talking to us? Yes. Okay. What did the people say? Please don't unmute in between. മക്കളെ ടീച്ചർ പറഞ്ഞു അൺമ്യൂട്ട് ചെയ്യല്ലേ. ഞാൻ ചോദിക്കുമ്പോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ആൻസർ പറഞ്ഞ ശേഷം മ്യൂട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ വലിയ പിള്ളേരായില്ലേ, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. കുഞ്ഞുമക്കളാണെങ്കിൽ ഓക്കെ, അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, സി. സോ സിൻസ് ദ ട്രീ ഈസ് ടോക്കിംഗ്, പീപ്പിൾ സെഡ് ദാറ്റ് there was a tree god who protected the forest. So ഒരു ട്രീ ഗോഡ് ഉണ്ട്. ട്രീ ഗോഡ് മീൻസ് മരങ്ങളുടെ ദൈവം, മരദൈവം, മരങ്ങൾക്ക്. സോ ട്രീ ഗോഡ് ഹു പ്രൊട്ടക്റ്റഡ് ദ ഫോറസ്റ്റ്. പ്രൊട്ടക്ട് മീൻസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രൊട്ടക്ട്? സംരക്ഷിക്കുക. ഈ ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്ന ഒരു ഗോഡ് ഉണ്ടെന്ന്. ഓക്കെ, സി ഹിയർ. പിന്നെ നെക്സ്റ്റ്, സി ദിസ് സൗണ്ട് ഈസ്, whose sound was that? It was the sound of the tree god. Okay, what is this, sir? Which animal is this, sir? Deer. Okay. Everybody heard the voice of the tree god and they obeyed. What is the meaning of obeyed? Obey means what? Obey means, who knows the meaning of obey? ഒബേയുടെ അർത്ഥം അറിയാൻ ആരെങ്കിലും ഉണ്ട്? വേഗം അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞേ. അനുസരിക്കുക. ഒബേ മീൻസ് അനുസരിക്കുക. ഓക്കെ. ആനിമൽസ് വേർ വൈസ്. വൈസ് മീൻസ്, അനിമൽസ് എന്ന് പറഞ്ഞാൽ, അനിമൽസ് വേർ വൈസ് എന്ന് പറഞ്ഞാൽ അനിമൽസിന് നല്ല അറിവുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള തിന്ന്, ബാക്കിയുള്ളവർക്കും വേണം, ചുമ്മാ നശിപ്പിക്കരുത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തിന്നു. സോ ദ ആനിമൽസ് വേർ വൈസ് ആൻഡ് ദ monkeys plucked the mangoes. Monkeys plucked means what? Parichu. Monkeys plucked the mangoes, they ate. Okay, so monkeys, what they did? They plucked mangoes, they ate, and the half they ate. Avar korchu thinnittu baaki endu idu, half they ate, and they threw the rest down. No, the threw means erinju. They threw down. Why did they throw down? Endina taalittu erinju kalanjittundavuka? Why did they throw down? Asya, എന്തിനായിരിക്കും monkeys ബാക്കി കളഞ്ഞ് താഴോട്ട് എറിഞ്ഞത്? വേഗം പറ. അറിയില്ല. ഓക്കെ. സീഡിന് വേണ്ടിട്ട്. ഓക്കെ, സോ ഈ see, the answer is the wild rabbits and the deer finished them. See, some animals can climb on the tree, but not every animal. See, can a deer climb on a tree? Can a deer climb on a tree? Can a rabbit climb on a tree?
No, ഇവർക്കൊന്നും മരത്തിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ കയറാൻ പറ്റാവുന്ന animals like monkeys and all plucked mangoes and they ate half or little bit or they may not eat. And then what they did, they threw to down for the animals which cannot climb on the tree. അവർക്ക് തിന്നാൻ പറ്റാത്ത, അതായത് മരത്തിൽ കയറാൻ പറ്റാത്ത അനിമൽസിന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് താഴോട്ട് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡീർ, റാബിറ്റ്സ് ആൻഡ് ഓൾ ate that. So everyone enjoyed the fruit and nothing was wasted. They did not waste any food. Monkeys, how much they want, they ate, and the rest they gave to the animals which who were living down. See, the rabbits and all are eating. Kando, thinnannu kando. Okay, then see, one day a man came to the forest to pluck the mangoes. He had a sack. What is the meaning of sack? S-A-C-K. Sack means sanji. Chak, ഒരു വലിയ ചാക്കുമായിട്ട് വന്നത്. And what he did? And he had a big sack. See, this one is a big sack, and he had a smaller bag. Plucking mango. Very good. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു വലിയ സഞ്ചി കൊണ്ടുവന്നു, അതിനുശേഷം അതിന്റെ ഉള്ളിൽ വേറൊരു സ്മോൾ ബാഗ് ഉണ്ടായിരുന്നു. Then what he is doing? He is climbing on the tree. Okay, then what happened? He started to pluck mangoes and he kept all those mangoes in his small bag. പൊക്കത്തി കയറിയിട്ട് ഈ ചെറിയ ബാഗിനകത്തോട്ട് മാംഗോസ് എല്ലാം പറിച്ചിട്ടു. ആ മനുഷ്യനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പറ. അപ്പൂപ്പൻ. അപ്പൂപ്പൻ ദുഷ്ടനല്ലേ? See, again this mango god, tree god is telling, eat as much mango you want, take how many you want, stomach full you can eat. If you want some, you can carry to your house for your wife, children, father, mother and all, but leave some for other animals also. Don't take fully. There are plenty of mangoes. You take how much you want, but don't take full, because many other animals are there. Monkeys are there, deers are there, rabbits are there, like that. So many other animals are there. They too want food, mangoes and all, isn't it? So you don't take fully. Who is telling that? This tree god. Tree god പറയാണ്, നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ, പക്ഷെ കുറെ മറ്റുള്ളവർക്കും വേണ്ടി വെക്കുക. Okay. What did the man do? He did not listen at all. അതൊന്നും ശ്രദ്ധിച്ചില്ല. He kept plucking the mangoes again and again. He plucked all the mangoes from the tree. Okay. When one tree is over, he went to the another tree. He plucked all the mangoes from the tree. Again, he went to the next tree, like that way. See? Once he will fill this small bag, he will come down and he will empty that bag to the big bag. He had one big sack, isn't it? So he used to fill that, and again he used to climb up. Again he used to pluck. അങ്ങനെ മൊത്തം പറിച്ചു. ഇതിനകത്ത് പറിച്ചു കൊണ്ടുവന്ന് താഴത്തെ ബാഗിനകത്ത്. ആസിയ കുട്ടി, please mute yourself. Mute ചെയ്ത് വെക്കുന്ന സൗണ്ട് വരുന്നു. അതിനിടയ്ക്ക് ആരാണ്ടൊക്കെ സംസാരിച്ചു. ഷഹമ, please mute yourself, ഷഹമ. Mute ചെയ്ത് മുന്നത്തെ. Okay, so he climbed from one tree to another, and again he climbed another tree. ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോരോ മരത്തക്കറി മൊത്തം പറിക്കുകയാണല്ലേ ദുഷ്ടനായ മനുഷ്യൻ. Will you eat the mangoes alone? So tree is asking, tree ചോദിക്കാണ്, will you eat that full mango? തന്നെ അത് മുഴുവൻ തിന്നോ? ഈ വലിയ ചാക്ക് നിറച്ചും പറിച്ചോണ്ട് പോകുന്നേ? All these mangoes are for all the animals of the forest and all other people also, not only for you.
ഇത് നോട്ട് ജസ്റ്റ് ഫോർ യു, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ഈ ഫോറസ്റ്റിലുള്ള ഓൾ അനിമൽസ് വേണ്ടവർക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ടാണ് എന്ന് പറയാണ്. See how much mango? Full mango he plucked. അല്ലേ? അപ്പൊ ദുഷ്ടനല്ലേ അല്ലേ? So the sack was nearly full. സോ അയാള് ട്രീ പറയുന്നൊന്നും ശ്രദ്ധിച്ചില്ല, മൊത്തം പറിച്ചിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? സഡൻലി ദ മാൻ ഹേർഡ് എ നോയ്സ് ആൻഡ് ടേൺഡ്. ഒരു സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കി. Then what happened? He was shocked. What is the meaning of shocked? ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ച? ഈ മരവായ മരത്തിലെല്ലാം കയറി ഈ കളിയെല്ലാം കളിച്ചിട്ട് എന്താ സംഭവിച്ച നോക്ക്. What happened? What happened? Alan? Mangoes all are coming out. കൊട്ട മറിഞ്ഞില്ല, സഞ്ചി മറിഞ്ഞിട്ടില്ല. All mangoes are jumping and going. See? All mangoes are rolling and rolling away all by themselves. എല്ലാം കൊട്ടയ്ക്കകത്തുനിന്ന് തന്നെ ചാടി പോവാ. അപ്പൊ മരത്തന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇത് സംഭവിക്കുന്ന കാര്യമാണോ? സോ ഈസ് ടെല്ലിംഗ് ഹൗ സ്ട്രേഞ്ച്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ട്രേഞ്ച്? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊരു അപരിചിതം എന്ന് വെച്ചാൽ സംഭവിക്കാത്ത കാര്യങ്ങള്. ആൻഡ് ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ? Now what happened? ചാക്കെ ചാടി പോവുകയാണ് അല്ലെ? Okay, but they got away from him as they were അതിന് ജീവനുള്ളത് പോലെ അതിങ്ങനെ ചാടി ഇപ്പൊ ചാക്കടക്കം ചാടി പോവുകയാണ്, സഞ്ചി അടക്കം ചാടി പോകുന്നുണ്ടോ? Okay. This man is running behind. Wait, stop. This man is telling, but will they stop? നിക്കുവോ അത്? ഇല്ല. എന്താ സംഭവിച്ചേ? Mangoes and sack is ഇവൻ ഇപ്പൊ പിടിക്കുന്ന എത്തുമ്പോഴത്തേനും മാംഗോ ചെയിൻ സഞ്ജീവ് എല്ലാം ചാടി തൊട്ടില്ല എന്നുള്ള രീതിയിലെത്തും. വീണ്ടും ചാടും, പിന്നെയും പോകില്ല. തെറ്റും. ഓക്കെ. ദ മാംഗോസ് ജംപ്ഡ് ആൻഡ് റോൾഡ് ഫർദർ അവേ. See this, now those mangoes have become golden birds. See, ആ mangoes എല്ലാം ഇപ്പൊ എന്തായി മാറി? It has become birds. It has turned into birds, golden birds. What color is the mango? Mango is in yellow color, isn't it? See, all these mangoes have become yellow bird, golden birds. See. The flock of golden birds rose from the ground and flew away. Means all these mangoes, what are these now? These are mangoes. The mangoes which the man plucked from the trees, which he collected in the sack, and all these have become yellow birds now. And see this all became yellow color birds, and flock of golden birds. What is the meaning of flock? Flock means group of birds. പക്ഷികളുടെ കൂട്ടത്തിനാണ് flock എന്ന് പറയുന്നത്. Flock of golden birds rose up. Rose means came up, പറന്നുയർന്നു. Rose up from the ground and flew. നെറ്റ് ഒന്ന് പോയതാ, സോറി കേട്ടോ. നമ്മുടെ ടൈം ഇപ്പൊ തീരും. ഓക്കെ, 1 സെക്കൻഡ്. എനിവേ, നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായ മക്കളെ? സ്റ്റോറി മനസ്സിലായില്ലേ? നെറ്റ് പിന്നെയും പോയി തോന്നുന്നു.
Can you hear, children? Yes, can you hear?